ഭാവി പ്രവചിക്കുക എന്നുള്ളത് ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ്. പക്ഷെ നമ്മളെല്ലാവരും തയ്യാറെടുക്കുന്നത് ഈ നല്ലൊരു ഭാവി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അല്ലേ? അപ്പോൾ നമ്മുടെ ഭാവിയും നമ്മുടെ ലോകത്തിൻ്റെ ഭാവിയും മൊത്തം സാങ്കേതിക വിദ്യകളും ഒക്കെ എന്താണ് അതിൻ്റെ ഫ്യൂച്ചർ എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന നല്ലൊരു വേദിയാണ് ഈ ജൈടെക്സ് എന്ന് പറയുന്നത്. ഗൾഫ് ഇൻഫർമേഷൻ ടെക്നോളജി എക്സിബിഷൻ എന്നുള്ളതിൻ്റെ ചുരുക്കമാണ് ജൈടെക്സ് എന്ന് പറയുന്നത്. 2022 നടന്നുകൊണ്ടിരിക്കുന്നത് ജൈടെക്സിൻ്റെ തന്നെ 42ാമത്തെ എഡിഷനാണ്. ഒരു 40 കൊല്ലം മുന്നേ ഒക്കെ ഈ ഇൻഫർമേഷൻ ടെക്നോളജിക്ക് വേണ്ടിയിട്ട് ഒരു എക്സിബിഷൻ നടത്തണം എന്ന് ചിന്തിച്ചിട്ടുണ്ടാകുന്ന ഈ ഭരണാധികാരികളുടെ ഒരു ചിന്ത നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഏതാണ്ട് 20 ലക്ഷം സ്ക്വയർ ഫീറ്റ് സ്ഥലത്ത് 26 വേദികളിലായിട്ട് ഇന്ന് ലോകത്തെ നയിക്കുന്ന മുൻനിര ടെക്നോളജികളെല്ലാം എക്സിബിറ്റ് ചെയ്യുന്ന ഒരു വേദി എന്ന് വേണമെങ്കിൽ നമുക്ക് ജൈടെക്സിനെ ചുരുക്കത്തിൽ വിളിക്കാം. എല്ലാം സ്മാർട്ടാകുന്ന കാലം. അപ്പോൾ സ്മാർട്ട് എഡ്യൂക്കേഷൻ, സ്മാർട്ട് ഹെൽത്ത്, സ്മാർട്ട് ട്രാൻസ്പോർട്ടേഷൻ എന്നെല്ലാം പറഞ്ഞിട്ട് സ്മാർട്ട് സിറ്റികൾ വരെ എത്തി നിൽക്കുന്ന ആശയങ്ങൾ ഇന്ന് ലോകത്തുണ്ട്. അപ്പോൾ ഇന്ന് ലോകത്തിൻ്റെ ഗതി അറിയാൻ വേണ്ടിയിട്ട്, ലോകം ഏത് ദിശയിലാണ് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നെല്ലാം അറിയാൻ വേണ്ടിയിട്ട് ജൈടെക്സ് വിസിറ്റ് ചെയ്യുക എന്നുള്ളത് വലിയൊരു അനുഭവമാണ്. അപ്പോൾ ജൈടെക്സിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചകളും ലോകം ഇനി ഏത് മേഖലയിലേക്കാണ് പോകാൻ പോകുന്നത് എന്നുള്ള ആശയങ്ങളൊക്കെയാണ് ഈ വീഡിയോ സീരീസിൽ പങ്കുവെക്കുന്നത്. ഇതൊരു സീരീസ് ആണെന്ന് പറഞ്ഞല്ലോ, അതായത് നിരവധി വീഡിയോകൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഓരോ മേഖലയിലും വന്നുകൊണ്ടിരിക്കുന്ന പുതിയ മാറ്റങ്ങൾ, അതുപോലെ GCC രാജ്യങ്ങൾ അവരുടെ ഭാവി എങ്ങനെയാണ് പ്രെഡിക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ, ട്രാൻസ്പോർട്ടേഷൻ, അഗ്രികൾച്ചർ, ഹെൽത്ത് കെയർ, വിർച്വൽ എൻവയോൺമെൻറ്റ്, വിർച്വൽ എൻ്റർടൈൻമെൻറ്റ്, ഇങ്ങനെ എല്ലാ മേഖലയിലും വന്നുകൊണ്ടിരിക്കുന്ന പുതിയ ഇന്നോവേഷൻസിനെ ഈ വീഡിയോ സീരീസിലൂടെ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്താം. പ്രധാനമായിട്ടും ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾക്ക് സാധ്യമാവുമെങ്കിൽ ദുബായ് ഒക്കെ എപ്പോഴും വിസിറ്റ് ചെയ്യുന്നത് നല്ലതെന്ന് പറയാറുണ്ട്. ഷെയ്ഖ് സായിദ് റോഡ് പോലെയുള്ള വലിയ റോഡും അതിന് ചുറ്റുമുള്ള ഒരുപാട് കൺസ്ട്രക്ഷൻസും കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതെല്ലാം ചെയ്തിട്ടുള്ളത് മനുഷ്യന്മാരാണ്, ഏലിയൻസ് ഒന്നുമല്ല. ഇന്ന് ലോകത്തുള്ള എല്ലാ മുന്നേറ്റങ്ങളും നടത്തിയിട്ടുള്ളത് ക്രിയാത്മകമായിട്ട് ചിന്തിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം മനുഷ്യർ തന്നെയാണ്. അപ്പോൾ മനുഷ്യന്മാർക്ക് സാധ്യമാവുക എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ കേരളത്തിൽ ഇരുന്നിട്ടോ അല്ലെങ്കിൽ നമ്മളുടെ ചെറിയ ലോകത്തിരുന്നോ കാണുന്ന കാഴ്ചകളൊന്നുമല്ല. വലിയ വലിയ സ്വപ്നങ്ങൾ കാണാനും അതിനകത്ത് പ്രവർത്തിക്കാനൊക്കെ കഴിയുന്ന ഒരു വലിയ വിഭാഗം തന്നെ ലോകത്തുണ്ട്. നമ്മുടെ മുൻപിൽ ഒരു 10,000 കോടി റുപ്യ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാലും നമ്മൾ ഇത്തരത്തിലുള്ളൊരു ഇവൻറ്റോ അല്ലെങ്കിൽ ഇപ്പോൾ ബുർജ് ഖലീഫ പോലത്തെ പ്രൊജക്റ്റൊക്കെ എൻവിഷൻ ചെയ്യാനുള്ള ഒരു മനസ്സാന്നിധ്യമോ അല്ലെങ്കിൽ നമുക്കൊരു ബാൻഡ് പിടുത്തൊക്കെ ഉണ്ടോ? നമ്മുടെ ചിന്തക്ക് അത്ര ബാൻഡ് പിടുത്തുണ്ടോ? ഇല്ല എന്നാണ് പറയുക. നമ്മളെ നാട്ടിൽ എന്ത് നടത്തണം എന്നുണ്ടെങ്കിലും ആദ്യം ഒരുപാട് പ്രതിബന്ധങ്ങളെ കടക്കാനുണ്ട്. അഥവാ ഏറ്റവും വലിയ പ്രതിബന്ധം എന്താണെന്നറിയോ? നമ്മുടെ ചിന്താദാരിദ്ര്യം തന്നെയാണ്, അല്ലെങ്കിൽ ആശയദാരിദ്ര്യം, ചിന്താദാരിദ്ര്യം എന്നൊക്കെ പറയുന്ന പോലെ എന്തും നടന്നേക്കാം, പക്ഷെ നമ്മുടെ നാട്ടിൽ നടക്കില്ല എന്ന് കരുതുന്ന ഒരു ചിന്തയുണ്ട്. അപ്പോൾ അത്തരക്കാർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു വേദി കൂടിയാണ് ജൈടെക്സ് എന്ന് പറയുന്നത്. നല്ല ആശയങ്ങളെ സ്വീകരിക്കാൻ, നല്ല ആശയങ്ങളെ കടം കൊണ്ട് എങ്ങനെയാണ് നടപ്പിലാക്കുക എന്നുള്ളതിന് GCC മോഡൽ പഠിക്കാൻ, ദുബായ് പോലെയുള്ള രാജ്യങ്ങൾ എങ്ങനെയാണ് ലോകത്ത് ഇന്നും അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ. അപ്പോൾ ഇത്തരത്തിലുള്ള ഇവൻറ്റുകൾ ജീവിതത്തിൽ കഴിയുമെങ്കിൽ കാണാൻ ശ്രമിക്കുക. നമ്മുടെ ഉള്ളിൽ പല തരത്തിലുള്ള നെഗറ്റിവിറ്റികൾ ഉണ്ടാകും, പലതും നടക്കില്ല എന്ന് കരുതാൻ നമ്മൾ കാണുന്ന എക്സ്ക്യൂസുകൾ ഉണ്ടാകും. അത്തരം ചിന്തകളെ മാറ്റി വെച്ചിട്ട് പൊട്ടക്കിണറ്റിലെ തവള എന്ന് പറയാറുണ്ടല്ലോ നമ്മളെ, അതൊന്ന് മാറിയിട്ട് ഈ പുതിയ ലോകത്തെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു വെന്യൂ എന്നുള്ള നിലയ്ക്ക് ജൈടെക്സിനെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതിന് നിങ്ങൾക്ക് ഈ വീഡിയോ സീരീസ് ഉപകാരപ്പെടും.